പോലീസ് മേധാവിയുടെ വാർത്താസമ്മേളനത്തിൽ നാടകീയ രംഗം. പരാതിയുമായി ഹാളിലെത്തി മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. രേഖകൾ ഉയർത്തിക്കാണിച്ച് സർവീസിൽ ദുരിതമനുഭവിച്ചു എന്ന് ഉദ്യോഗസ്ഥൻ. പോലീസ് ഉദ്യോഗസ്ഥർ ഹാളിൽ നിന്നും ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണോ ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണോ എത്തി ഈ പരാതി ഉയർത്തിക്കാണിച്ചതും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചതും? റോഷി, അരുൺകുമാർ, ഇന്ന് രാവിലെ പോലീസ് ആസ്ഥാനത്ത് ചുമതലയേറ്റതിനു ശേഷം റവാഡ ചന്ദ്രശേഖർ നടത്തിയ വാർത്താ സമ്മേളനം ഹാളിലേക്കാണ് ഇങ്ങനെ ഒരാൾ കടന്നു വന്നത്. അയാൾ സ്വയം പോലീസ് ഉദ്യോഗസ്ഥനാണ്. 30 വർഷം സർവീസിൽ അനുഭവിച്ച വേദനകൾ എന്ന് പറഞ്ഞ് ചില പേപ്പറുകൾ, രേഖകൾ ഉയർത്തി കാണിച്ചാണ് പരാതി ഉയർത്തിയത്. ആ സമയത്ത് വാർത്താ സമ്മേളനം തുടരുകയായിരുന്നു. പെട്ടെന്ന് വാർത്താ സമ്മേളനം നിർത്തി അത് നോക്കാം, പരിഹരിക്കാമെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. പിന്നീട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനുനയിപ്പിച്ച് പുറത്തേക്ക് ഇയാളെ കൊണ്ടുപോവുകയായിരുന്നു. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ തന്നെ പോലീസ് ആസ്ഥാനത്ത് ഇത് സംബന്ധിച്ച് വിശദീകരണവും നൽകിയിട്ടില്ല. അവർ മാധ്യമപ്രവർത്തകനാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകനാണെന്ന വ്യാജേനയാണ് ഈ പ്രസ് കോൺഫറൻസ് നടക്കുന്ന ഹാളിനകത്തേക്ക് ഈ വ്യക്തി കടന്നു വന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകനായിരുന്നില്ല. മാധ്യമ പ്രവർത്തകനെന്ന് പരിചയപ്പെടുത്തി വക്താവാണെന്ന് പറഞ്ഞു. പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹോളിന് പുറത്തേക്ക് പോകാതെ ഇവിടെ തന്നെ തുടരാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തിയിരുന്നു. പിന്നീട് വാർത്താ സമ്മേളനം തുടർന്നു. എന്നാൽ പോലും എങ്ങനെയാണ് ഈ വ്യക്തി ഇവിടെ എത്തിയതെന്നും എന്താണ് ആ പരാതിക്ക് ആധാരമെന്നും വ്യക്തമല്ല. കുറെ രേഖകൾ കൈവശമുണ്ടായിരുന്നു. രേഖകൾ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചാണ് 30 വർഷം താൻ കാക്കിയിട്ടു, അതിന് താൻ അനുഭവിച്ച ദുരിതങ്ങൾ, അതിന് പോലീസ് മേധാവി മറുപടി പറയണമെന്ന ആവശ്യമാണ് ഈ വ്യക്തി ഉന്നയിച്ചത്. ഇവരുടെ ഐഡന്റിറ്റി ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാതെയാണോ ആസ്ഥാനത്തേക്ക് ഇവരെ കയറ്റിവിട്ടത്? അതും സംസ്ഥാന പോലീസ് മേധാവി ചുമതല ഏറ്റെടുക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരാൾ കടന്നു വന്ന് പോലീസ് മേധാവിയോട് തന്നെ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലേ? അരുൺകുമാർ, സ്വാഭാവികമായും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുടെ ആവശ്യത്തിനാകാം പോലീസ് ആസ്ഥാനത്തേക്ക് നേരത്തെ എത്തിയത്. അങ്ങനെ അനുമതി ലഭിച്ചതാവാം. പക്ഷെ ഈ ഹാളിനകത്തേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് വിശ്വസിച്ച് അകത്തേക്ക് വിട്ടതാകാം. കാരണം മറ്റ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും അവർ മാധ്യമപ്രവർത്തകരുടെ ഐ ഡി ഉൾപ്പെടെ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് ആസ്ഥാനത്തേക്ക് കടത്തിവിടാറുള്ളത്. ഒരുമിച്ചാണ് എല്ലാ മാധ്യമപ്രവർത്തകരും ഈ പോലീസ് ആസ്ഥാനത്തേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ വിരമിച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോലീസ് ആസ്ഥാനത്തേക്ക് അനുമതിയോടെ എത്തിയതാകാം. ഈ ഹാളിനകത്തേക്ക് എത്തുമ്പോൾ അവിടെ പരിശോധന നടന്നിരുന്നില്ല. അതാകാം ഈ ഹാളിനകത്തേക്ക് വ്യാജ മാധ്യമപ്രവർത്തകനായി എത്താൻ അവസരമൊരുക്കിയത്. പക്ഷെ ഏതായാലും അത് ഈ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടിയായി മാറിയത് സുരക്ഷാ വീഴ്ചയാണെന്ന് പറയേണ്ടി വരും. വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ പോലീസ് ആസ്ഥാനം വിട്ടുപോയോ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നില്ല. അവർ ഒന്നും വിശദീകരിക്കുന്നില്ല. പിന്നീട് ഈ ഹാളിനകത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്കൊപ്പമുള്ളവരാണോ എന്ന് ചോദിക്കുകയായിരുന്നു. അവർ തെറ്റിദ്ധരിച്ചു എന്നാണ് അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ വന്നപ്പോൾ അവർ ഈ ഹോളിനകത്ത് അവിടെ സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ അകത്തേക്ക് കടത്തിവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഹോളിനകത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാളെ അറിയില്ലായിരുന്നു. അവർ പറയാൻ ശ്രമിച്ചത് എന്താണ്? താൻ ഈ യൂണിഫോം ഇട്ട കാലത്ത് അനുഭവിച്ച നീതി നിഷേധം, അതിന് ഇപ്പോൾ ചുമതലയേൽക്കുന്ന പോലീസ് മേധാവി മറുപടി പറയണം എന്നാണോ പറഞ്ഞത്? കഴിഞ്ഞ 30 വർഷം കാക്കിയിട്ടതിന്റെ പേരിൽ താൻ അനുഭവിച്ച പീഡനങ്ങളാണ്, ദുരിതങ്ങളാണ്. ആ ദുരിതങ്ങൾക്ക് മറുപടി പറയണം, പോലീസ് മേധാവി മറുപടി പറയണം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സംസാരിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ മറുപടി പറയാം, പരിശോധിക്കാം. മേധാവി ചുമതല ഏറ്റെടുക്കുന്ന ദിവസം തന്നെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്ത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലീസ് മേധാവി അഡ്രസ് ചെയ്യുന്ന സമയത്താണ് അവിടെ എത്തി നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചൊടുവിൽ പോലീസുകാർ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ദിവസം തന്നെ ഒരു ശുഭദിനത്തിൽ തന്നെ നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടാവുന്നു. അവിടെയാണ് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത്. പോലീസ് ആസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേൽക്കുമ്പോഴാണ് നാടകീയമായ സംഭവമുണ്ടായത്.